ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പണ്ട് കാലത്തൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നായാട്ടിന് പോവുക, അല്ലെങ്കിൽ വയലിലിറങ്ങി കിളയ്ക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ ആയിരുന്നു. പക്ഷേ ആ കാലമൊക്കെ പോയി. ഇപ്പം നമുക്കതൊന്നും ഇല്ല. ഇപ്പോഴുള്ള ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുക, എക്സസൈസ് ചെയ്യുക. അപ്പം മോർണിംഗ് റുട്ടീൻ സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ്. അത് ഒന്നാമത്തതായിട്ട് നമുക്ക് പറയാം. രണ്ടാമതായി പറയുമ്പോഴത്തേക്ക് ഹൈഡ്രേഷൻ, മാക്സിമം വെള്ളം കുടിക്കുക. 2-2.5 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ്, പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും കിട്ടുന്ന രീതിയിൽ പച്ചക്കറികളും പഴങ്ങളും അതുപോലെ തന്നെ ധാന്യങ്ങളും ഉൾപ്പെടുന്ന ആഹാര രീതി പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് സ്ലീപ്പാണ്. ഉറക്കം കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കൃത്യമായി ഉറങ്ങുക, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങുക. മൊബൈലൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഉറങ്ങാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടും. പിന്നുള്ളത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. അതിന് റിലാക്സേഷൻ ടെക്നിക്കുകൾ, എക്സസൈസുകൾ, യോഗ, അതല്ലെന്നുണ്ടെങ്കിൽ റീഡിങ് ഹാബിറ്റ്സ് അങ്ങനെയൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളികളിലോ പോയിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എല്ലാവരും എടുക്കണം, എല്ലാവരും അവലംബിക്കണം എന്നുള്ളതാണ്. പിന്നുള്ളത് സ്ക്രീൻ ടൈം ബ്രേക്കാണ്. സ്ക്രീൻ ടൈം ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റത്തില്ല. കണ്ണും കരളും ഒരേപോലെ കുഴപ്പത്തിലേക്ക് വരും. അതുകൊണ്ട് എപ്പോഴും കുറേ അധികം സമയം വർക്ക് ചെയ്യുന്നവർ സ്ക്രീൻ നിന്ന് മാറി നിന്നുകൊണ്ട് കണ്ണിന് കുളിർമയേകുന്ന എക്സസൈസ് ചെയ്യുക, കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുകയും കണ്ണ് കഴുകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിന്തയും ഇല്ലാതെ കുറേ സമയം ഇരിക്കാമെന്നുണ്ടെങ്കിലും ഈ സ്ക്രീൻ ടൈം ബ്രേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നുള്ളത് റെഗുലർ ഹെൽത്ത് ചെക്കപ്പാണ്. പീരിയഡിക്കലായിട്ട് 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോൾ ഒരു ജനറൽ ചെക്കപ്പ് നിങ്ങൾ നടത്തുക. പിന്നുള്ളത് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ്. പലപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ മൊബൈലുമായിട്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് ബ്രെയിനിനും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങൾക്കും എല്ലാം, മസിൽസും ബോൺസും ഒക്കെ സ്ട്രെസ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്കോ എത്തുന്നതാണ്. അപ്പം അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി റെഗുലറായിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ എന്ന് തന്നെ പറയാം. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യുകയും അതുപോലെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുകളും മറ്റ് ഗുഡ് ഹാബിറ്റ്സും അവലംബിക്കുകയും ചെയ്യും.